എൻജിൻ കൂളൻറ്റിന് പകരം വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയുടെ വാട്ടർ പമ്പിൻ്റെ അവസ്ഥയാണിത്. മൊത്തം തുരുമ്പ് പിടിച്ച് ഒരു പരുവായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ വാട്ടർ പമ്പ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കേണ്ട സാധനമാണ് അങ്ങനെ ആയിപ്പോയത്. ഇതുകൊണ്ടൊക്കെയാണ് എൻജിനിൽ കൂളൻ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് നിസാൻ്റെ V6 എൻജിൻ വരുന്ന നിസാൻ മാക്സിമ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. വാട്ടർ പമ്പ് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടൈമിംഗ് കവറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വാട്ടർ പമ്പ് വരുന്നത്. അപ്പോൾ അത് അഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ അവരൊരു ചെറിയൊരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കവറും കാര്യങ്ങളൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വാട്ടർ പമ്പ് അഴിക്കാൻ വേണ്ടി പറ്റും. ഈ ടൈപ്പ് എൻജിനിൻ്റെ വാട്ടർ പമ്പ് മാറ്റിയിട്ടുള്ളവർക്കറിയാം ബുദ്ധിമുട്ട് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. ചില സമയം വാട്ടർ പമ്പ് അതിൽ നിന്ന് ഇളകി വരില്ല. ആ സമയത്ത് നമ്മൾ പഠിച്ച പണി 18 നോക്കേണ്ടി വരും. ചിലപ്പോൾ തല്ലി പറിച്ചൊക്കെ എടുക്കേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വാട്ടർ പമ്പ് അഴിഞ്ഞു വന്ന ലോട്ടറി അടിച്ച സന്തോഷമാണ്. കാരണം അത് അഴിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എൻജിൻ ഇറക്കി ടൈമിംഗ് കവറൊക്കെ ഇളക്കി വേണം വാട്ടർ പമ്പ് അഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ കുറച്ച് ലേബർ ചാർജ് അധികം വർക്ക്ഷോപ്പിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ വണ്ടി ഉപയോഗിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂളൻ്റ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ പണി തരും. അപ്പം കുറച്ച് പൈസയൊക്കെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം കൂളൻ്റ് തന്നെ യൂസ് ചെയ്യുക. അപ്പം കൂടുതൽ ലൈഫ് നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിലെ എല്ലാ പാർട്സിനും കിട്ടും.